കഴിഞ്ഞ വീഡിയോയിൽ റീപ്ലേസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ ഏത് കമ്പനിയിലാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്, നല്ല വില കുറവിലും ഈ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത്, നല്ല ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും ഇതിലൂടെ കിട്ടുന്നത്. ആ സിസ്റ്റത്തിന്റെ പ്രാധാന്യമാണ്. ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്ത സിസ്റ്റത്തിലൂടെ വാങ്ങിയപ്പോൾ നമുക്ക് അവർക്ക് പോകുന്ന ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ ലാഭകരമായി നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ ഒരു എക്സ്ട്രാ വരുമാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ മേഖലയിൽ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഉൽപ്പന്നങ്ങൾ നമുക്കൊരു കസ്റ്റമർ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടത്. കസ്റ്റമർ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ബെനിഫിറ്റുകൾ, ഇതിൻ്റെ സാധ്യതകൾ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ പരിചയപ്പെടുത്തുന്നതോട് കൂടി തന്നെ ഈ ഉൽപ്പന്നങ്ങളൊന്ന് റീറ്റെയിൽ കൂടി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ കൺവിൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട്. പലരും ഇവിടെയാണ് മടിക്കുന്നത്. റീറ്റെയിൽ ചെയ്യാൻ എന്ത് ചെയ്യും, മടി കാണിക്കുന്നുണ്ടായിരിക്കും. റീറ്റെയിൽ ചെയ്യാൻ മടി കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇത്ര നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഇത്ര ഇതേ രീതി ഒരു പക്ഷെ അവർക്ക് അറിയോ പോലും ഉണ്ടായിരിക്കില്ല. ഈ നല്ല ക്വാളിറ്റി ഇത്രമാത്രം ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ അവർ ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവരെ കൊണ്ട് ഉപയോഗിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം നമുക്കുണ്ടാകും. നമ്മുടെ പരിസരത്തുള്ള ആളുകൾ, നമ്മുടെ റിലേറ്റീവ്സ്, നൈബേഴ്സ്, ഫ്രണ്ട്സ്, ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഉൽപ്പന്നം വെറുതെ കൊടുക്കുക എന്നുള്ള, വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വാല്യൂ നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. നമ്മൾ വാങ്ങിയ വിലക്കോ അല്ലെങ്കിൽ അതിൻ്റെ MRPക്കോ അവർക്ക് കൊടുക്കുക എന്നുള്ളത്, അങ്ങനെ കൊടുത്ത് അവരോട് ഉപയോഗിപ്പിക്കുക എന്നുള്ളത് ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ പ്രോഡക്റ്റ് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ ബെനിഫിറ്റുകളൊന്നും ചെയ്യാം അതിന് കൂടെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആ ഉൽപ്പന്നങ്ങൾ അവർ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിച്ചതുപോലെയുള്ള സാറ്റിസ്ഫാക്ഷൻ ഒക്കെ അവർക്കും ലഭിക്കുന്നുണ്ടായിരിക്കും. എന്നാലും അവർക്ക് പല സംശയങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഈ പ്രോഡക്റ്റ് കൊടുക്കാതെ അവർക്ക് ഈ അവസരം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഈ നിങ്ങൾ പറയുന്ന അത്രമാത്രം ക്വാളിറ്റി പ്രോഡക്റ്റുകൾക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് വാങ്ങി ഉപയോഗിക്കുന്ന രീതിയിൽ ഇതെല്ലാം കിട്ടുമോ, അല്ലെങ്കിൽ ഇത് സാധാരണ മാർക്കറ്റിൽ അതുപോലെ തന്നെ ആയിരിക്കും, ഇദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിരിക്കും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതേസമയത്ത് ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നതോട് കൂടിയിട്ട് ആ ഉൽപ്പന്നം കൊടുക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും. അതിൻ്റെ ആ പാക്കിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി എന്ത് ചെയ്യും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാലോ തീർച്ചയായിട്ടും സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് മോദിക്കാർ ഉൽപ്പന്നങ്ങളിലൊക്കെ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി എഴുതി ഒപ്പിട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കുള്ളത് പോലെ തന്നെ അവർക്ക് ആ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് അവർ ഇതെല്ലാം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ഒക്കെ അവർക്ക് എന്ത് ചെയ്തു ഫീൽ ചെയ്ത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. തൊട്ടടുത്ത സ്റ്റെപ്പിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അവരെ നിങ്ങൾക്കതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ 4R പ്രിൻസിപ്പിളിലെ 2 Rനെ പറ്റി പറഞ്ഞു. ഒന്നാമത്തെ R റീപ്ലേസ് ആണെങ്കിൽ രണ്ടാമത്തെ R വരുന്നത് റീറ്റെയിൽ ഷെയറിംഗ് ആണ്. ഈ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാൻ മറ്റുള്ള ആൾക്ക് റീറ്റെയിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ അങ്ങനെ ഈ റീറ്റെയിൽ ഷെയറിംഗ് എത്ര കാലം ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങൾ എത്ര കാലമാണ് ബിസിനസ്സിൽ അത്രയും കാലം എന്ത് ചെയ്യാം റീറ്റെയിൽ ഷെയറിംഗ് നടത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് പുതിയ പുതിയ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. നിരന്തരമായിട്ട് ഇത് വിറ്റ് നടക്കുക എന്നുള്ളതല്ല. ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതോട് കൂടിയിട്ട് തന്നെ അവർക്ക് ഈ അവസരം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം ഈ ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളത്. അങ്ങനെ ആകുമ്പോഴാണ് ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതിന് ആദ്യത്തെ സ്റ്റെപ്പ് റീപ്ലേസ് ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ റീറ്റെയിലിംഗ് ഷെയർ തന്നെയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമുക്ക് അവരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ അവർക്ക് ഫീൽ ചെയ്തിട്ട് അവരൊരു കസ്റ്റമറായിട്ട് മാറാൻ തയ്യാറാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്രൂട്ട് ചെയ്യാൻ പറ്റും. അത് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് റിക്രൂട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി പറയാം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് റീറ്റെയിൽ ഷെയറിങ്ങിനെ പറ്റിയിട്ടാണ്. റീറ്റെയിൽ ഷെയറിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഇതുവരെ സംസാരിച്ചിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ റീപ്ലേസിനെ പറ്റി പറഞ്ഞു, ഈ വീഡിയോയിൽ റീറ്റെയിൽ ഷെയറിങ്ങിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.